കാട്ടിലെ രാജാവ് ആരാണ്? കുട്ടിക്കാലം മുതൽ വായിച്ചതും കേട്ടതുമായ കഥകളിലൊക്കെ സിംഹത്തെയാണ് രാജാവാക്കി വെച്ചത്. സിംഹത്തെക്കാൾ ഉശിരോടെ ഇര പിടിക്കുന്ന കടുവ ഉൾപ്പെടെയുള്ള മറ്റു മൃഗങ്ങളുമുണ്ട് കാട്ടിൽ. സിംഹവും കടുവയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കുമെന്നതിലും രണ്ടഭിപ്രായമുണ്ട്. ഇരു ജീവികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നന്നേ കുറവാണെങ്കിലും കൊമ്പ് കോർത്ത ഉദാഹരണങ്ങളിൽ സിംഹം ജയിച്ച സന്ദർഭവുമുണ്ട്, കടുവ ജയിച്ച സന്ദർഭവുമുണ്ട്. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന സങ്കല്പം പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് പകരുന്ന കാഴ്ചപ്പാടാണ്. അതിനെ വെല്ലാൻ മറ്റൊരു ജീവിയില്ല എന്നതുകൂടിയാണ്. എന്നാൽ രാജാവാണെന്ന് വെച്ച് അതിനെ വെല്ലുവിളിക്കാനോ പരാജയപ്പെടുത്താനോ കഴിവുള്ള മറ്റു മൃഗങ്ങളില്ല എന്നർത്ഥമില്ല. രാജാവ് എന്നത് മനുഷ്യന്റെ പരികൽപ്പനയാണ്. കാട്ടിലെ മൃഗങ്ങൾക്ക് രാജാവ്, മന്ത്രി എന്നൊന്നുമില്ല. വനാന്തരങ്ങളിൽ സിംഹത്തെ പോലെ പിന്തിരിപ്പിക്കാനുള്ള ശക്തിയും ധൈര്യവും ദൃഢനിശ്ചയമുള്ള മറ്റു മൃഗങ്ങളുമുണ്ട്. ചിലപ്പോൾ ഇത്തരം മൃഗങ്ങൾക്ക് പിന്നിൽ പരാജയപ്പെടേണ്ടിയും വരും. ഇവിടെ നൽകുന്ന വീഡിയോയിൽ സമാനമായ ഒരു അനുഭവം കാണാൻ കഴിയും. കാട്ടിലെ രാജാവ് വൈൽഡ് ബീസ്റ്റിനോട് പൊരുതാൻ പേടിച്ച് പിന്തിരിയുന്നതാണ് ദൃശ്യം. കേവല ശക്തിയും പോരാട്ട വീര്യത്തിനും പേരുകേട്ട മൃഗമാണ് വൈൽഡ് ബീസ്റ്റ്. ആഫ്രിക്കൻ കാടുകളിൽ കാണപ്പെടുന്ന വന്യജീവിയാണ് വൈൽഡ് ബീസ്റ്റ്. കന്നുകാലികൾ, ആടുകൾ, ചെമ്മരിയാടുകൾ തുടങ്ങിയ ഇരട്ട കൊമ്പുള്ള ജീവികൾ ഉൾപ്പെടുന്ന ബോവിഡേ എന്ന കുടുംബത്തിലാണ് ഇവയും ഉൾപ്പെടുന്നത്. സിംഹവും വൈൽഡ് ബീസ്റ്റും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. സിംഹത്തിന്റെ മുന്നേറ്റത്തെ വൈൽഡ് ബീസ്റ്റ് ഫലപ്രദമായി തടയിടുന്നു. മൂർച്ചയുള്ള കൊമ്പുകൾ കൊണ്ട് അത് പ്രതിരോധം തീർക്കാനുള്ള ശ്രമം നടത്തിയതോടെ സിംഹം പിൻവാങ്ങുന്നു. അനന്തരം സിംഹം പുൽമേട്ടിലൂടെ പിന്തിരിഞ്ഞോടുന്നതാണ് 13 സെക്കൻഡ് വീഡിയോയിൽ കാണിക്കുന്നത്. വൈൽഡ് ബീസ്റ്റും പിറകെ തന്നെയുണ്ട്.